പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വെറുതെ കിട്ടിയാലും ആരെങ്കിലും ദാനമായിട്ട് സമ്മാനമായിട്ട് തന്നാലും നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത 10 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ കാര്യത്തെ സന്തോഷത്തോടു കൂടിയൊക്കെ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ജൂനിയർ മാൻഡ്രേക്ക് സിനിമ കണ്ടിട്ടില്ലേ, അത് വന്നു കയറിയാൽ അന്നട മുതൽ പ്രശ്നമാണ്. ആ ഒരു അവസ്ഥയായിരിക്കും മിക്കവർക്കും ഉണ്ടായി വരിക. അവരുടെ ധനപരമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടാവും, അവരുടെ തൊഴിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ തൊഴിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വരും, കുടുംബത്തിനകത്ത് അസ്വസ്ഥതകൾ കൂടി വരും, രോഗങ്ങൾ കൂടി വരും, ബാധ്യതകൾ പെരുകിക്കൊണ്ടിരിക്കും. അങ്ങനെ നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത്തരം വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ വന്നു ചേർന്നാൽ ഉണ്ടാവുക. ചിലപ്പോൾ ഈ വസ്തുക്കൾ നമ്മൾ പുതുതായിട്ട് മേടിച്ചു വെച്ചാൽ അത്ര പ്രശ്നം വരില്ല. ഇതൊരു സമ്മാനമായിട്ട് ലഭിക്കുക, പഴയതായിട്ട് നമുക്ക് ലഭിക്കുക, ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാനിപ്പോൾ പറയുന്ന ഈ 10 വസ്തുക്കളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അതൊരു ദാനമായിട്ടൊരു സമ്മാനമായിട്ടൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതാണെങ്കിൽ, അത് ലഭിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ജീവിതാവസ്ഥയും ലഭിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. അത് ഗുണപരമാണെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാൻ പറയും. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, അത് കയ്യിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനർത്ഥങ്ങളായിരിക്കും വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണപ്രദമാകുന്ന ഒന്നായിരിക്കും ഇത്, യാതൊരു സംശയവുമില്ല. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠ. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാൻ പാടില്ലാത്ത ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? പഴയ കണ്ണാടി എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ കണ്ണാടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അത് നമ്മുടെ പണം കൊടുത്ത് നമ്മൾ മേടിച്ചു വെച്ചതാണ്. പക്ഷേ നമ്മളൊരിടത്ത് ചെന്നപ്പോൾ ഒരു കണ്ണാടി ഇരിക്കുന്നു അവിടെ. കൊള്ളാം. അവിടുത്തെ ഗൃഹനാഥൻ പറയുകയാണ്, എൻ്റെ വീട്ടിൽ 1-2 കണ്ണാടി ഇതുപോലത്തെ ഉണ്ട്, നീ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ ചാടി പിടിച്ചത് ഇങ്ങ് മേടിച്ചോട്ട് പോന്നേക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ, ഈ കണ്ണാടികൾക്ക് ആ ഗൃഹത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഗൃഹത്തിൽ ഒരു കണ്ണാടി ഇരിക്കുമ്പോൾ അതിനുള്ളിലേക്ക് കൂടുതലായിട്ടുള്ള നെഗറ്റീവുകൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് വളരെ കുറവായിരിക്കും. കാരണം പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു 10% ഉണ്ടെങ്കിൽ നെഗറ്റീവായിരിക്കും ഏതാണ്ട് 80-90% അതിൽ വരിക. അപ്പം അങ്ങനെ ആ വീടിൻ്റെ നെഗറ്റിവിറ്റികൾ കൂടി 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 ഒടുവിൽ ആ കണ്ണാടി തന്നെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ചില വീടുകളിൽ നിരന്തരമായിട്ട് കണ്ണാടി വീണുടയുമ്പോൾ നമ്മൾ പറയും ആ വീട്ടിലെന്തോ നെഗറ്റീവ് വരുന്നുണ്ട്. കാര്യം ഈ കണ്ണാടി പെട്ടെന്ന് ഈ നെഗറ്റീവ് വലിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ സംഭരണ ശേഷി കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കും, എന്തെങ്കിലും തരത്തിൽ പൊട്ടിപ്പോവും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഒരു വീട്ടിലിങ്ങനെ ആ വീട്ടിൻ്റെ നെഗറ്റീവുകളെല്ലാം വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണാടിയെ അവരറിയാതായിരിക്കും തരുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യം ഉണ്ടാവില്ല. ഒരു കണ്ണാടി ഇരിക്കുന്നത് ഞങ്ങൾ പുതിയത് മേടിച്ച് ഇത് നീ കൊണ്ടുവയ്ക്കോ എന്നുള്ള തലത്തിലായിരിക്കും തരുന്നത്, അല്ല നമ്മളെ ദ്രോഹിക്കാൻ തരുന്നതൊന്നുമല്ല. പക്ഷെ നമ്മൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ ഒരിടത്ത് കിടന്ന കുറേ നെഗറ്റീവുകളെയും കൂടിയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടെന്ന് സന്തോഷപൂർവ്വം നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ വളരെയധികം പ്രയാസങ്ങൾ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു ചേർന്നേക്കാം. ഇത് മനസ്സിലാക്കുക. രണ്ടാമത്തത് വീടിൻ്റെ വാതിൽ എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീടിന് നമുക്ക് അടച്ചുറപ്പിന് വേണ്ടിയിട്ട് നല്ല വാതിലുകൾ നമ്മൾ മേടിക്കാറുണ്ട്. ചിലർ ധനമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിലക്കുറവിൽ കിട്ടുന്നത് കൊണ്ടോ പഴയ മരവാതിലുകൾ മേടിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും ഈ മരവാതിലുകൾ ഏതൊക്കെയോ വീടുകൾ വർഷങ്ങളോളം ഉപയോഗിച്ചതാണ്. പിന്നീട് ആ വീട് പൊളിഞ്ഞു, ആ വീട് നശിച്ചതിന് ശേഷം ഇതിന്റെ കുറെ ഭാഗങ്ങളൊക്കെ കൊണ്ടുവന്ന് പലയിടത്തും വിൽക്കാൻ വെച്ചേക്കും. അവിടെ നിന്നായിരിക്കും ഈ വ്യക്തി ഈ വാതിൽ മേടിച്ചുകൊണ്ട് വരുന്നത്. പഴയ തടിയാണ്, നന്നായിട്ട് ഈട് നിൽക്കും എന്നൊക്കെ ഇത് വിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും. അവരുടെ പ്രചാരകരും അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ആ വാതിലിൽ പലതരം തടികൾ അവർ ചിലപ്പോൾ കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ കേടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിൽ ഒരു ജീർണത സംഭവിച്ച ഒരു വാതിലാണത്. അത് പിന്നെ പുതിയ വീടിന്റെ വാതിലായിട്ട് സ്ഥാപിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് ഒരു തൊഴുത്തോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം.
പക്ഷെ പ്രധാന വാതിൽ നമ്മുടെ വീടിന്റെ ഐശ്വര്യമുള്ള പുതിയ വീട് വെച്ചിട്ട് അവിടെ പഴയ വാതിൽ കയറ്റി വെക്കരുത്. അതിന് എന്തൊക്കെ ഗുണമെന്നൊക്കെ പറഞ്ഞാലും ശരി, അത് നിങ്ങളുടെ വീട്ടിന്റെ ഊർജ്ജ നിലയെ വളരെ സ്വാധീനിക്കും. പിന്നീട് പുതിയ വീട്ടിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു ഊർജ്ജമൊന്നും അവിടെ കിട്ടുകയില്ല. പെട്ടെന്ന് തന്നെ വീട്ടിലെ ഈശ്വരാധീനം കുറഞ്ഞു വരികയും വീട്ടിലുള്ളവർക്ക് ധനപരമായിട്ടും രോഗപരമായിട്ടുള്ള കുറെ അസ്വസ്ഥത വന്നു കൂടും. ഇല്ല എന്ന് ഇതിന്റെ കീഴെ ആർക്കെങ്കിലുമൊക്കെ വന്ന് കമന്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനെ പഴയ മരവാതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വളരെ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലുമൊക്കെ കമന്റ് ചെയ്യാൻ പറ്റും. വെറുതെ പറയാതിരിക്കാം. പക്ഷെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ള ബഹുഭൂരിപക്ഷം പേർക്കും അവർക്ക് കുറെ അധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ ആ വാതിൽ മാറി പുതിയൊരു വാതിൽ സ്ഥാപിച്ചപ്പോൾ അവർക്ക് കുറെ മാറ്റം വന്നു. എന്നാൽ കട്ടിള അവിടെ ഇരിക്കുകയല്ലേ, അതിൽ നിന്നും നെഗറ്റീവുകൾ വന്നു തുടങ്ങും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഒരു പുതിയ വീട് വയ്ക്കുകയാണെങ്കിൽ കുറേ ചിലവുണ്ട്. ഒപ്പം തന്നെ ഒരു പുതിയ വാതിൽ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം. മൂന്നാമത്തത് പണപ്പെട്ടി, അലമാര ഇവയാണ്. ഇന്നേ കാലത്ത് അങ്ങനെ പണപ്പെട്ടിയൊന്നും ആൾക്കാരുടെ കയ്യിൽ കിട്ടുകയൊന്നുമില്ല. കാര്യം ആ പണപ്പെട്ടി എന്ന് പറയുന്ന സമ്പ്രദായം മാറി. എല്ലാവരും അലമാരകൾ തന്നെയാണ് ഉപയോഗിക്കുക. എന്നാൽ ചിലരുടെ കയ്യിൽ ചെറിയ പണപ്പെട്ടികളൊക്കെ ഉണ്ടാവും, കുറെ കാലം പഴക്കമുള്ളതായിരിക്കും. അതെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കും. ഇവിടെ കൊടുക്കുന്ന ആളിന് ധനനഷ്ടം ഉണ്ടാവും, സ്വീകരിക്കുന്ന ആളിനും ധനനഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ലക്ഷ്മി വാസം ഉള്ളതാണ് ഈ പണപ്പെട്ടി. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ലക്ഷ്മി വാസം ഇല്ലാതെ അത് എവിടെയെങ്കിലും നശിച്ച് ഒരു പണമോ അതിൽ ഇല്ലാതെ കിടക്കും. പിന്നെ അതിൽ മുധേവി വാസം, അങ്ങനെ കിടക്കുന്ന ഒരു പണപ്പെട്ടി ആയിരിക്കും മിക്കവാറും എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുന്നത്. അയാൾ പണം അതിലൊക്കെ കൊണ്ടെടുക്കുന്നു, ശേഖരിക്കുന്നു. പക്ഷെ ഒന്നും നിലനിൽക്കുന്നതിന് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് അലമാരയാണ്. പഴയ അലമാര എടുത്ത് കൊടുക്കും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ അതിലൊരു കണ്ണാടി ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാടിയിൽ നിന്നുള്ള നെഗറ്റീവ് വരും. മാത്രമല്ല ഈ പഴയ അലമാര ഒരുപാട് ഊർജങ്ങളുടെ, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ധനം, അങ്ങനെ പല വസ്തുക്കളും സൂക്ഷിച്ചിരുന്നതാണ്. ഒരു വീടിന്റെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്നതാണ്. അതിനെ അതേപടി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ വീടിന്റെ ഊർജ്ജ നിലയായിട്ട് ഇതിന് സ്വാധീനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ധനപരമായിട്ടുള്ള കുറേയധികം ബുദ്ധിമുട്ട് വരും. പ്രധാനമായിട്ടും നമ്മുടെ ഫയലുകൾ, ഓഫീസ് ഫയലുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ അലമാരയിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും കൂടി വരുന്നതായിട്ട് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ പുതിയ അലമാര നമ്മൾ മേടിച്ചു വെക്കുക. ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് വിപണിയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അലമാരകളൊക്കെ വരും. അപ്പൊ നല്ല ലാഭമല്ലേ എന്നൊക്കെ കരുതിയിട്ട് മേടിക്കും. പക്ഷെ ഇത്തരം വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ളവർ പഴയ ഇത്തരം വസ്തുക്കൾ മേടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാലാമത്തത് മുനയുള്ള ക്രിസ്റ്റൽ രൂപങ്ങൾ എന്നുള്ളതാണ്. ചിലതരം ക്രിസ്റ്റൽ രൂപങ്ങളുണ്ട്, ഒരുതരം മുകൾ ഭാഗം കൂർപ്പിച്ചത്. അത് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും, ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് കിട്ടും. ഞാൻ പറയുന്നത് ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങളിത് മേടിക്കാൻ നിൽക്കരുത്. ഒരാൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഒരു ഭംഗി വന്നിട്ട് നമുക്ക് തന്നാലും നമ്മളത് മേടിക്കാൻ നിൽക്കരുത്. ഇനി ഒരു ഷോപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പർച്ചേസ് ചെയ്ത് വയ്ക്കണമെങ്കിൽ വലിയ തിരക്കേടില്ല എന്ന് പറയാം. പക്ഷെ ഇത് ഗിഫ്റ്റായിട്ട് അതിന്റെ മുനഭാഗം, നമ്മൾ മുകൾ ഭാഗം ഇങ്ങനെ കൂർപ്പിച്ച് വരുന്ന തരത്തിൽ ഉള്ള ക്രിസ്റ്റൽ രൂപങ്ങൾ പരമാവധി വീട്ടിൽ നിന്ന് ഒഴിവാക്കി വയ്ക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിന്റെ ഊർജ്ജ നിലയെ സ്വാധീനിക്കുന്നതെന്നാണ്. നമ്മുടെ വീട്ടിൽ കുറച്ചധികം നെഗറ്റീവുകൾ കൊണ്ടുവരാൻ ഇത് കാരണമാകും. അഞ്ചാമത്തെ കാര്യം മുറം എന്നുള്ളതാണ്. ഇന്നാരും അങ്ങനെ മുറമൊന്നും കടം മേടിക്കാനോ മറ്റൊന്നും നിൽക്കില്ല. പണ്ടുള്ള കാലഘട്ടത്തിൽ അതുണ്ടായിരുന്നു. ധാന്യം അളക്കുന്ന മുറം, അത് കടം വാങ്ങരുത്, അല്ലെങ്കിൽ മറ്റൊരാൾ തന്നത് മേടിച്ചുകൊണ്ട് വെക്കരുത്. വീട്ടിൽ അന്നത്തിന് മുട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. മുറം വച്ചു കഴിഞ്ഞാൽ നമുക്ക് കടമൊഴിയില്ല എന്നും പണ്ട് പറയാറുണ്ട്. അതായത് പഴയതായിട്ട് നമുക്ക് മേടിക്കുന്ന അല്ലെങ്കിൽ സമ്മാനമായിട്ട് കിട്ടുന്ന മുറം അത് ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ ഇപ്പോൾ കുടുംബത്തിനകത്തുള്ള ഒരു അമ്മ വീട്ടിൽ പോകുമ്പോൾ മോൾക്ക് ഒരു മുറം, കല്യാണം കഴിച്ച് പോയ മോളാണ്, അവൾക്കൊരു മുറം മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. പകരം എവിടെയോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മുറം അവര് നമുക്ക് മുറമില്ലെന്ന് കണ്ടിട്ട് ഇങ്ങനെ തന്നു, അതാണ് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ ഇപ്രകാരം ചെയ്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ മാത്രമായിരിക്കും ഗൂഗിളിന്റെ ഭാഗത്ത് നിന്ന്, യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡേഷനും നോട്ടിഫിക്കേഷനായിട്ട് ഈ ചാനൽ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അത് പ്രയോജനപ്പെടുത്തുക. ആറാമത്തെ കാര്യം ചോർച്ചയുള്ള പാത്രം എന്നുള്ളതാണ്. അതായത് ചോർച്ചയുള്ള പാത്രങ്ങൾ നമ്മുടെ വീടുകളിൽ പലയിടത്തും കാണും. ചിലർ അതിൻ്റെ ഓട്ട അടയ്ക്കും, ചിലരാട്ടെ പിന്നീട് അത് ഉപയോഗിക്കാതെ വെച്ചേക്കും. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തോ മറ്റൊരു ആൾ വരുമ്പോൾ ആൾ ചോദിക്കും, ഇത് വെറുതെ വെച്ചേക്കാണ്, ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന് പറയും. പക്ഷെ ഇത് എടുത്തുകൊണ്ട് പോകുന്ന ആളിനാണ് പ്രശ്നം. ഓട്ടയുള്ള പാത്രങ്ങൾ മറ്റൊരിടത്തു നിന്ന് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട്
ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ആ വീട്ടിൽ ജലം ഭയങ്കര ബുദ്ധിമുട്ടിലായിട്ട് മാറാറുണ്ട്. മാലിന്യമുള്ള ജലമോ അല്ലെങ്കിൽ കിണറിലെ ഉറവ പറ്റിപ്പോവുകയോ ജലസംബന്ധിയായിട്ടുള്ള കുറേയധികം വിഷയങ്ങൾ, ചിലപ്പം അമിതമായിട്ടുള്ള ജലപ്രവാഹം കൊണ്ട് വീട് മുങ്ങിപ്പോകാൻ പോലും സാധ്യതയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ജലസംബന്ധിയായിട്ടുള്ള ദോഷങ്ങൾ വരും, ഒപ്പം തന്നെ ബാധ്യതകൾ വരുത്തി തീർക്കും. എന്നാൽ ചോർച്ചയില്ലാത്ത പാത്രങ്ങൾ നിങ്ങൾക്ക് തന്നു, അത് നിങ്ങൾക്ക് സ്വീകരിക്കുന്ന തെറ്റൊന്നുമില്ല, യാതൊരു കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നിലവിളക്ക് ചോർച്ചയുള്ളത് മറ്റൊരിടത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്കത് പുതുക്കി ഉപയോഗിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. നിലവിളക്ക് ചോർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ അമംഗളമാണ്. അതിനെ നമ്മൾ കടയിൽ കൊടുത്തിട്ട് പുതിയ വിളക്ക് മേടിക്കുകയാണ് വേണ്ടത്. ചോർച്ച കൊണ്ടുവന്ന് അടച്ചൊക്കെ നിങ്ങൾ വിളക്ക് തെളിയിക്കാൻ പോയാൽ അതിൽ നിന്നുള്ള ദോഷങ്ങൾ കൂടുതലായിട്ട് വരും. അത് മനസ്സിലാക്കണം. ഏഴാമത്തെ കാര്യം ബോൺസായി വൃക്ഷങ്ങൾ എന്നുള്ളതാണ്. ബോൺസായി വൃക്ഷങ്ങൾ നിങ്ങൾ കടയിൽ നിന്ന് നേരിട്ട് മേടിച്ചുകൊണ്ട് വെച്ചാലും മറ്റൊരാൾ ഗിഫ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചാലും അത് ദോഷകരമായിട്ടാണ് പറയപ്പെടുന്നത്. അതായത് നമ്മളൊരു ദോഷത്തെ വില കൊടുത്ത് മേടിക്കുന്നു എന്നർത്ഥം. ബോൺസായി എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പം ചെല്ലേണ്ടുന്ന മഹാവൃക്ഷമായിട്ട് മാറേണ്ടുന്ന ഒന്നിനെ നമ്മുടെ മനുഷ്യൻ്റെ ക്രൂര വിനോദങ്ങളിലൊന്നായിട്ട് അതിൻ്റെ തായ് വേരുകളെ അറുത്ത് അതിനെ ചെറുരൂപങ്ങളാക്കും. വലിയൊരു കച്ചവടമാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കച്ചവടക്കാർക്ക് ഇത്തരം കാര്യങ്ങളെ നമ്മൾ പറയുമ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം, ക്ഷമിക്കുക. പക്ഷേ ബോൺസായി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഊർജ്ജത്തെ അത് പ്രതികൂലമായി ബാധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച ഘട്ടങ്ങളൊക്കെ അത് സ്വാധീനിക്കുകയും നിങ്ങൾ നല്ല ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എവിടെയെങ്കിലും ചെന്ന് പ്രതിസന്ധികളിൽ തട്ടി നിങ്ങളുടെ ജീവിത നിലവാരം താഴേക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ബോൺസായി വൃക്ഷങ്ങൾ വീട്ടിൽ വളർത്താതിരിക്കുക എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം രോഗികൾക്കായിട്ട് മേടിച്ച വസ്തുക്കൾ എന്നുള്ളതാണ്. വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിക്ക് വേണ്ടി ഒരു ബെഡ് മേടിക്കുക, ചില ഉപകരണങ്ങൾ മേടിക്കുക, കസേര മേടിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചിലപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി മേടിക്കേണ്ട ആവശ്യം വന്നേക്കും. എന്നിട്ട് ചിലപ്പോൾ ആ രോഗി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ആ രോഗിയുടെ രോഗം ഭേദമാവുകയോ ചെയ്യുമ്പോൾ ഇതിൽ ചില വസ്തുക്കൾ കൊള്ളാമല്ലോ എന്ന് കരുതി ചിലർ ആ വീട്ടിൽ നിന്ന് ചോദിച്ചെടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥർ കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരു കാരണവശാലും ഒരു രോഗിക്ക് ഉപയോഗിച്ച വസ്തുക്കൾ മറ്റൊരു വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കരുത്. ആ വീട്ടിൽ വേണമെങ്കിൽ ഒരു കിടക്കയുണ്ട്, അപ്പുറത്തേക്കും ഒക്കെ മാറി ഉപയോഗിക്കുന്ന യാതൊരു തെറ്റുമില്ല. രോഗി കിടന്ന കിടക്കയാണെന്ന് കരുതിയിട്ട് അതിൽ വേറെ നെഗറ്റീവുകളൊന്നും വരുന്നില്ല, ആ രോഗം ഭേദമാവുകയും ചെയ്യും. അല്ലെങ്കിൽ ആ രോഗി മരിച്ചുപോയി എന്ന് വെച്ചാൽ അതോടുകൂടി ആ വിഷയം കഴിഞ്ഞു, അല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല. പക്ഷെ ഇതേ വസ്തു നമ്മൾ മറ്റൊരു വീടിൻ്റെ ഊർജാന്തരീക്ഷത്തിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവിടെ അത് നെഗറ്റീവായി തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഒരു രോഗി ഉപയോഗിച്ച ഇത്തരം വസ്തുക്കൾ രോഗാവസ്ഥയിലുള്ള മറ്റൊരാൾക്ക് ചിലപ്പോൾ സെയിം രോഗമാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സിലിണ്ടർ, ഓക്സിജൻ സിലിണ്ടർ എന്ന് വെച്ചോ, അത് കൊടുക്കുന്നത് തെറ്റില്ല. ചിലപ്പോൾ ഇങ്ങനെ ഉയർത്തും താഴ്ത്തുകയും ചെയ്യുന്ന ചില ബെഡുകളുണ്ട്, മറ്റൊരു രോഗിക്കാണെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. ഒരാൾ ഉപയോഗിച്ചിട്ട് രോഗം ഭേദമായതുകൊണ്ട് അയാൾക്ക് കൊടുക്കാം. പക്ഷേ സാമാന്യമായിട്ട് രോഗമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് മറ്റൊരു വീട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കരുത്. അത് കുറേയധികം പ്രയാസങ്ങൾ ആ വീട്ടിലുള്ളവർക്കും വരും. ചിലപ്പോൾ ഈ വ്യക്തിക്ക് ചില രോഗ ദുരിതങ്ങൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട്. ഒൻപതാമത്തെ കാര്യം കേടായ ക്ലോക്കുകൾ. കേടായ ക്ലോക്കുകൾ വീട്ടിൽ ഉപയോഗിക്കരുതെന്ന് നമുക്കറിയാം. കേടായിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കിയിട്ട് അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മാറ്റാറുണ്ട്. പക്ഷേ ചിലർക്ക് ഈ വിൻറ്റേജ് ഭ്രമം കൊണ്ട്, പഴയകാല വസ്തുക്കളോടുള്ള അമിതമായ താല്പര്യം കൊണ്ട് കേടായ ക്ലോക്കുകളൊക്കെ എവിടെയെങ്കിലും കാണുമ്പോൾ പഴയ ചുവർ ഘടികാരങ്ങളൊക്കെ കൊണ്ടുവന്ന് ചലനശേഷി ഇല്ലാത്തതുപോലെ വീട്ടിൽ സ്ഥാപിക്കാറുണ്ട്. നോക്കിക്കോളൂ, അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിന് ശേഷം വന്നുകൂടാറുണ്ട്. മാത്രമല്ല അവരുടെ സമയം ആ സമയം തൊട്ട് തന്നെ മോശമായി തുടങ്ങും. അത് വെച്ച കാലം തൊട്ട് തന്നെ മോശമായി തുടങ്ങാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേടായിട്ടുള്ള ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കാതിരിക്കുക വളരെ ഉത്തമമായിരിക്കും. അപ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരം വസ്തുക്കൾ നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ഒരുപാട് നെഗറ്റീവുകൾ വരുന്നതായിട്ട് അത് ഉപയോഗിച്ച വ്യക്തികൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വസ്തുക്കൾ പുറത്തുനിന്ന് നിങ്ങൾ സ്വീകരിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് മാറ്റാം. അതല്ല പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതൊന്നും ഇരുന്നാൽ കുഴപ്പമൊന്നുമില്ല, ഞാനിത് സൂക്ഷിക്കും എന്ന് കരുതി ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മുന്നോട്ട് പൊയ്ക്കോളൂ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ കൂടി വരികയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മാറ്റി നോക്കണം. മാറ്റി നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുക. അങ്ങനെയും ഉണ്ടാകും. ചിലപ്പോൾ ചില നിരീശ്വരവാദികൾക്കോ യുക്തികൾ കൊണ്ട് ചിന്തിക്കുന്നവർക്കോ ഇത്തരം കാര്യങ്ങളെ പെട്ടെന്ന് ദഹിച്ചില്ല എന്ന് വന്നേക്കും. അവരുടെ നമ്മൾ എതിർക്കില്ല, ഓട്ടെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയും. പക്ഷേ നിങ്ങളൊരു പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച് നോക്കുക.
അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കുറവ് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റിയതുകൊണ്ട് വേറെ നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.